അമിത ജോലിഭാരത്തെ തുടർന്ന് ടി.ടി.സി വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. സംഭവം കൊല്ലം ജില്ലയിലെ ഏരൂർ ഗവൺമെന്റ് യു.പി.എസിൽ. സ്കൂളിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഷമീറയാണ് ചേരുന്നത്. ഷമീർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ, ഒന്നിലധികം വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു എന്നാണോ പറയുന്നത്? ഈ അമിത ഭാരം എന്ന് പറയുന്നത് എന്താണ്? പ്രതിഷേധം ഏത് രീതിയിലാണ്? സ്വാതി, ഈ ടി.ടി.സി അധ്യാപകർക്ക് നിശ്ചിത ക്ലാസുകൾക്ക് പുറമെ തന്നെ അമിതമായി മറ്റ് ക്ലാസുകളുടെ ചുമതല കൂടി നൽകിയതോടുകൂടിയാണ് ഇവർ കുഴഞ്ഞു വീണതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് രാവിലെ ക്ലാസ്സിൽ കയറുന്ന ഒരു ടി.ടി.സി വിദ്യാർത്ഥി അവർക്ക് അന്ന് വൈകും വരെ മറ്റ് ക്ലാസുകളുടെ ചുമതല കൂടി നൽകിയതോടുകൂടിയാണ് ഇത്തരത്തിൽ 3 വിദ്യാർത്ഥികൾ ടി.ടി.സി വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണത്. ഇവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം അറിഞ്ഞ് KSUവും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സ്കൂളിലെത്തി സ്കൂൾ ഹെഡ് മാസ്റ്ററെ ഉപരോധിക്കുകയാണ്. സ്കൂളിലേക്ക് വലിയ പ്രതിഷേധമുണ്ടായി. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ പോലീസ് എത്തി ഇവിടുന്ന് ഈ പ്രതിഷേധക്കാരെ മാറ്റിയിട്ടുണ്ട്. അമിത ജോലിഭാരം നൽകിയിട്ടില്ല. അവർക്ക് സാധാരണ നൽകുന്ന ഷെഡ്യൂളുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ സ്കൂളിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ആ സ്കൂളിന് മുമ്പിൽ നടക്കുകയാണ്. സ്വാതി. ശരി ഷമീർ, അമിത ജോലി ഭാരത്തെ തുടർന്ന് ടി.ടി.സി വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. സംഭവം കൊല്ലം ജില്ലയിലെ ഏരൂർ ഗവൺമെന്റ് യു.പി.എസിലാണ്. സ്കൂളിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമുണ്ട്. 3 വിദ്യാർത്ഥികളാണ് കുഴഞ്ഞു വീണത്.